എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി. മോളെ മായേ, തൽക്കാലം ചെറിയൊരു ചടങ്ങും വഴിപാടും എല്ലാം കഴിഞ്ഞു. ഇനി ഏതെങ്കിലും നല്ലൊരു ദിവസം നോക്കി താലിമാറ്റ ചടങ്ങ് നമുക്ക് നടത്താം. ഇന്നലത്തെ കാര്യങ്ങൾ എല്ലാവർക്കും ഒരു പൂർണ്ണത വരാൻ ഒരു ചടങ്ങ് നടത്തിയെന്നേ ഉള്ളൂ. മുത്തശ്ശൻ പറയുന്നേട്ട് മായ തലകുലുക്കി. എന്തായാലും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇനി നിങ്ങൾ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ജീവിക്കുക. എന്തു പ്രശ്നമുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു സംസാരിച്ച് തീർക്കുക. വീട്ടിലെ കാര്യങ്ങൾ ഇതിനോടകം മോൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് കണ്ടും കേട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനിയും സ്വന്തം ജീവിതം ആർക്കു മുമ്പിൽ അടിയറവ് വെക്കാതിരിക്കുക. മനസ്സിലായി മുത്തശ്ശ. മോനെ ഇന്ദ്ര, നിന്നോടും കൂടിയാ. മായയോട് പറഞ്ഞുകൊണ്ട് മുത്തശ്ശ ഇന്ദ്രനെയും നോക്കി. മനസ്സിലായി മുത്തശ്ശ. ആൾക്കൊരു സങ്കടം വരാതെ ഞാൻ നോക്കിക്കോളാം. മതി മോനെ, മുത്തശ്ശൻ ഈ വാക്ക് മാത്രം മതി. അശോക, എന്നാ നമുക്ക് പോവാം. ശിരശ. അമ്പലത്തിൽ നിന്ന് അവർ പുറത്തേക്ക് നടന്നു. ഇടയ്ക്ക് നടക്കുന്നതിനിടയിൽ മുത്തശ്ശനൊന്ന് വീഴാൻ പോയതും മായ ഓടിച്ചെന്ന് അദ്ദേഹത്തെ താങ്ങി ആ കൈകളിൽ പിടിച്ച് പതിയെ മുന്നോട്ട് നടന്നു. അവരുടെ ആ വെപ്രാളവും കരുതലും പിന്നിൽ നടന്നു വരുന്ന ഇന്ദ്രൻ, അശോകനും യശോദയും കണ്ടു. അവർക്ക് ആ സമയം മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം നിറഞ്ഞു വന്നു. അമ്പലത്തിൽ നിന്ന് പുറത്തെത്തിയതും അവരോട് യാത്ര പറഞ്ഞ് മായയും ഇന്ദ്രൻ അവരുടെ വണ്ടിയിലേക്ക് കയറി. അച്ഛനെയും അമ്മയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും നോക്കി ഇന്ദ്രൻ കാറ് മുന്നോട്ടെടുത്തു. ശ്രീകുട്ടി, താൻ ഓക്കെ അല്ലേ? രാവിലെ എഴുന്നേറ്റവും ആള് ശ്രീകുട്ടിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓക്കെയാണ്. എന്നാലും ഇടയ്ക്ക് മനസ്സുമല്ല കൈവിട്ടു പോകുന്നു. അത് സാരല്ല, പതിയെ ആ വേദനയൊക്കെ മാറിക്കോളും. പിന്നെ നീ അങ്ങ് ഉഷാറാവും. അല്ലെങ്കിൽ ഈ സങ്കടം വെച്ച് നീ മുന്നോട്ട് പോയാൽ നഷ്ടപ്പെട്ട ആളെ തിരിച്ചിട്ടില്ല. അതുമല്ല, ആ ആൾക്ക് നിന്റെ മനസ്സിൽ ഇങ്ങനെ ഇഷ്ടമുള്ള പോലും അറിയില്ല. ഇനി അറിഞ്ഞാൽ ഇന്ദ്രേട്ടൻ്റെ സ്വഭാവം വെച്ച് കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിക്കുന്ന ആളല്ല ഇന്ദ്രേട്ടൻ. അത് ശ്രീയേട്ടനും അങ്ങനെയാ. ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തവരാ അവർ രണ്ടുപേരും. പക്ഷേ ശ്രേയ അങ്ങനെയല്ല. ആര് വേദനിച്ചാലും ആര് കരഞ്ഞാലും തൻ്റെ ആഗ്രഹങ്ങൾ നടക്കണമെന്നൊരു വിചാരം മാത്രമേ അവൾക്കുള്ളൂ. അവൾക്ക് കൂട്ടായി വന്ന ശില്പി അങ്ങനെ തന്നെയാണ് തോന്നുന്നു. അത് ശരിയാ. സത്യത്തിൽ ശില്പ വന്നതിന് ശേഷം അവർ രണ്ടുപേരുള്ളിടത്തേക്ക് പോകാൻ പോലും എനിക്കിപ്പോൾ താല്പര്യമില്ല. പിന്നെ ഇന്ദ്രേട്ടനെ ഓർത്ത് മാത്രമാണ് തറവാട്ടിലേക്ക് പോകുന്നത്. ഇനി അതും വേണ്ടല്ലോ. പറഞ്ഞു തീർന്ന സ്ത്രീക്കുട്ടിയുടെ ശബ്ദമിടറി. അങ്ങനെ കരുതരുത്. അവരെ പോലെയല്ല, അവരെക്കാൾ കൂടുതൽ ആ തറവാട്ടിലെ അവകാശം നിനക്കുണ്ട്. അതുകൊണ്ട് പോവാതിരിക്കരുത്. പിന്നെ മായേച്ചി, അവരൊരു പാവ. ഇന്ദ്രേട്ടൻ മായേച്ചി വിവാഹം കഴിച്ചുകൊണ്ട് അവരോട് നീ ദേഷ്യമൊന്നും കാണിക്കരുത്. ഇല്ലടാ, മായേച്ചിയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. ശ്രീകുട്ടി, മാളു, ദേ അമ്മ വിളിക്കുന്നു. രണ്ടാൾ ഇതുവരെ എഴുന്നേറ്റില്ലേ? ആ മാമി, എഴുന്നേറ്റ്. മാളു ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. എന്നാൽ രണ്ടാളും ബ്രഷ് ചെയ്തു വാ. സത്യമായിട്ട് നിങ്ങളെ കാത്തിരിക്കുക കഴിക്കാൻ. വരാം. മോളെ ശ്രീകുട്ടി, നിന്റെ സങ്കടം ഇതുവരെ മാറിയില്ലേ? ഒന്നും മിണ്ടാതെ ബെഡിലിരിക്കുന്ന അവൾക്കരികിൽ ഇരുന്നുകൊണ്ട് ഉമ്മ ചോദിച്ചു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല മാമി, അവൾ ഓക്കെയാ. നീ ഉള്ളതുകൊണ്ടാ മോളെ അവളുടെ സങ്കടം കുറച്ചെങ്കിലും മാറിയത്. എനിക്ക് പോലും ഇത്രത്തോളം അവളെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതൊന്നും പ്രശ്നമില്ല മാമി, ഞാൻ നോക്കിക്കോളാം. മാമി ചെല്ലേ, ഞങ്ങൾ വന്നോളാം. മാളു പറഞ്ഞു കേട്ട് ഉമ്മയൊന്നും മൂളിക്കൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് കടന്നു. അപ്പോഴാണ് പുറത്തു നിന്ന് കോളിംഗ് ബെല്ലടിഞ്ഞത്. ഇതാരും ശ്രീയാരിയോ? വാ മോനെ, കയറ്. ആങ്കിൾ, അപ്പച്ചിയും ശ്രീകുട്ടിയോടെ? ഞാനിവിടെയുണ്ട് ശ്രീ. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഉമ്മ ശ്രീഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വാ, ഇരിക്ക്. സത്യൻ അവനെ നോക്കി പറഞ്ഞു. ഹാളിലെ സോഫയിലേക്ക് ശ്രീഹരി ഇരുന്നു. ഉമ്മേ, നീ പോയി കോഫി എടുക്ക്. വേണ്ട അപ്പച്ചി, ഞാൻ കഴിച്ചിട്ട് വന്ന്. ഇപ്പൊ ഒന്നും വേണ്ട. പിന്നെ ഞാൻ വന്ന് ദിവസം 3-4 തവണ വീട്ടിൽ വരുന്ന അപ്പച്ചിയെ ആ വഴി കാണാത്തോണ്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയാ ഞാൻ. വല്ല അസുഖം മറ്റോ വന്നോന്നൊരു സംശയം. ഓഹോ, അപ്പൊ എന്റെ വീട്ടിൽ ഒരാൾക്കെങ്കിലും എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതെന്താ അപ്പച്ചി അങ്ങനെ ഒരു സംസാരം? അപ്പച്ചി വീട്ടിൽ ആർക്കും ഓർമ്മയില്ലെന്നാണ് കരുതുന്നത്? പിന്നില്ലാതെ അങ്ങനെ തന്നെയല്ലേ? ഇന്നലെ ആ പെണ്ണ് വന്ന സമയത്ത് പോന്നാ ഞാൻ ഇങ്ങോട്ട്. എന്നിട്ട് ഇതുവരെ ആർക്കെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലും നോക്കാൻ തോന്നി എന്നെ? ഉമ്മേ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഉമ്മ ശ്രീഹരിയെ നോക്കിക്കൊണ്ട് പറയുന്നതായിട്ട് സത്യം ദേഷ്യത്തോടെ വിളിച്ചു. സത്യമായിട്ടൊന്നും മിണ്ടാണ്ടിരുന്നേ. അപ്പച്ചി അങ്ങനെയൊന്നുമില്ല. ഇന്ന് രാവിലെ മുത്തശ്ശനും മുത്തശ്ശിയാ അപ്പച്ചിയെ കണ്ടില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ആ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയോ? എൻ്റെ അപ്പച്ചി അവർ ഇന്ദ്രനെയും മായയും കൊണ്ട് അമ്പലത്തിൽ പോയേക്കുവാ. അമ്പലത്തിൽ നിന്ന് വന്നാൽ മുത്തശ്ശൻ വരുമായിരിക്കും. പിന്നെ ഇന്നലെ മുതൽ വീട്ടിലെ ഓരോ കാര്യങ്ങൾ അപ്പച്ചി കണ്ടിട്ട് പോകുന്നതല്ലേ. എല്ലാവരും അതിൻ്റെ തിരക്കും ടെൻഷനെല്ലാം കൂടെ പെട്ടുപോയതല്ലേ. എനിക്കറിയാം ഇതിങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. എല്ലാത്തിനും തുടക്കം കുറിച്ച് നീ ഒറ്റ ഒരാളാ. ആ വീട്ടിൽ നിന്നൊരു ബന്ധം വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ. അപ്പൊ നീ എന്നെ ചാടി കടിക്കാൻ വന്നു. ഇപ്പൊ എന്തായി? ശ്രീമംഗലം മുടിപ്പിക്കാനായിട്ട് ചേച്ചി അനിയത്തി എത്തിയില്ലേ? ഇനി ആ തറവാട് അവരങ്ങ് നോയിക്കോളും. അവസാനം നിങ്ങളെല്ലാവരും പുറത്തു ആവും. എന്താ അപ്പച്ചി, ശരിക്കും അപ്പച്ചിയുടെ പ്രശ്നം എന്താ? അത് പറ. ശ്രീഹരിയുടെ ക്ഷമ കെട്ടിയിരുന്നു. മോനെ ശ്രീ, നീ അവള് പറയുന്ന കാര്യാക്കണ്ട. ഉമേ, നീ അകത്തേക്ക് പോ. എന്താ ആരോടാ സംസാരിക്കണം എന്നറിയാത്തൊരു സാധനം. സത്യമായിട്ടൊന്നും മിണ്ടാന്നേ. ഇത് ഞാനൊരു വീട്ടുകാരൻ തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഞങ്ങൾ തീർത്തോളും. അതിന് സത്യന്റെ ഉപദേശം വേണ്ട. അങ്കിൾ, ഞാൻ പോവാ. രാവിലെ തന്നെ ഇങ്ങോട്ട് വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. മോനെ ശ്രീഹരി, നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞല്ല ഞാൻ. നിനക്കറിയോ, ഇന്നലെ ആ വീട്ടിൽ ഇന്ദ്രൻ നിന്റെ ആ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ തകർന്ന് ഇവിടെ എൻ്റെ മോളാ. അമ്മേ. അപ്പോഴാണ് ശ്രീകുട്ടിയും ആളും അവർക്കിടയിലേക്ക് വന്ന്.
കണ്ടോ നീ ഈ പെണ്ണിനെ? അതിന്റെ മുഖം ശ്രദ്ധിച്ചോ? ഇന്നലെ മുതൽ ഒരേ കിടപ്പാ. ഉമ ശ്രീകുട്ടിയെ പിടിച്ച് ശ്രീഹരിക്ക് മുമ്പിലേക്ക് നിർത്തിക്കൊണ്ട് ചോദിച്ചു. ഉമ പറഞ്ഞു. ശ്രീഹരി നോക്കിക്കാണുകയായിരുന്നു ശ്രീകുട്ടിയെ. സാധാരണ ആ മുഖത്തുണ്ടാവുന്ന സന്തോഷമോ പ്രസരിപ്പോ ഒന്നുമില്ല. കരഞ്ഞു കരഞ്ഞ് കൺപോളകൾ വീർത്തിരിക്കുന്നു. മോളെ, അവൻ ആൾക്കരികിലേക്ക് ചെന്ന് അരുമയായി വിളിച്ചു. ശ്രീയെപ്പോലെ തന്റെ അനിയത്തി. അവൾ തനിക്ക് ശ്രേയെ പോലെയാണെങ്കിലും ശ്രേയയുടെ സ്വഭാവമല്ല. അതേപോലെ അപ്പച്ചിയെ പോലെയുമല്ല. ഒരു പാവം. എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്ന സ്വഭാവം. ആരോടും പരിഭവമോ പരാതിയോ ഇല്ലാത്തൊരു പാവം പെണ്ണ്. പക്ഷേ ഒന്നറിയാം, ഇന്ദ്രൻ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് പക്ഷേ അവന്റെ പിറകെ പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നുമില്ല ഇന്നേ വരെ. അവനെ കാണുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയും കണ്ണിലെ തിളക്കവും, അതായിരുന്നു അവൾക്ക് അവനോടുള്ള പ്രണയം. അത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതറിഞ്ഞതു മുതൽ അതിനെക്കുറിച്ച് ഇന്ദ്രനോട് എത്രയോ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അവനത് കേൾക്കുക എന്നല്ലാതെ അവൾ തിരിച്ച് ഇഷ്ടമാണോ അല്ലേ എന്നൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. എന്താ ശ്രീ? അപ്പച്ചി ചോദിച്ചതും ഓർമ്മയിൽ നിന്ന് അവനെ ഞെട്ടി. മോളെ, അവൻ വീണ്ടും വിളിച്ചു. ശ്രീയേട്ടാ, ഏട്ടനെപ്പോഴാ വന്നേ? ഇപ്പൊ വന്നേളൂ മോളെ. അല്ല, മാളുണ്ടായിരുന്നു അവിടെ? ആ ശ്രീയേട്ടാ, ഞാൻ ഇന്നലെ വൈകിട്ട് വന്നാ. അവിടെ ഇല്ലായിരുന്നു, കാണായിരുന്നു എന്റെ മോളുടെ അവസ്ഥ. ഉമ്മ വീണ്ടും പറഞ്ഞു തുടങ്ങി. എന്താ അമ്മ ഇത്? വന്ന മുതൽ ശ്രീയേട്ടൻ ഒരു സമാധാനം കൊടുത്തിട്ടുണ്ടാവില്ല അല്ലേ? മോളിൽ റൂമിലേക്ക് കേട്ടിരുന്നു. ഞാനും കരുതി അച്ഛനാടാവുന്ന. ഇപ്പോഴല്ലേ മനസ്സിലായത് ഏട്ടന് സ്വസ്ഥ കൊടുക്കാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാന്ന്. നീ പോവണ്ണേ, എന്റെ സങ്കടം എനിക്കറിയുള്ളൂ. നിങ്ങൾക്കൊക്കെ ഞാൻ വെറും മോശമായിരിക്കാം. വായു തോന്നുന്ന കാര്യങ്ങൾ ആളും തരവ് നോക്കാൻ വിളിച്ചു പറയുന്നവളാവും. പക്ഷേ എന്റെ മോളുടെ കാര്യം വരുമ്പോൾ ഞാനൊരു സാധാരണ അമ്മ മാത്രമാണ്. അവിടെ കണ്ണെന്ന് പറഞ്ഞാലേ എന്റെ നെഞ്ചു വിടയും. ഇന്നലെ ഇന്ദ്രനാമായ താലി കെട്ടിക്കൊണ്ടുവന്ന് കണ്ടു മുതൽ എന്റെ മോളുടെ ചങ്ക് വിടഞ്ഞ് ഞാൻ കണ്ടു. ആ സമയം ഇവിടെ വന്ന് ഒരേ കിടപ്പ് എന്റെ മോള്. സമാധാനിപ്പിക്കാൻ പോലും എന്റെ കണക്കിൽ വാക്കുകളില്ലായിരുന്നു. എന്തിന് എന്നെ കാണുന്ന പോലെ അവൾക്ക് ദേഷ്യമായിരുന്നു. കാരണം ഇന്ദ്രനെന്ന് ഞാൻ അവിടെ മനസ്സിലേക്ക് കുത്തിവെച്ചൊരു ഇഷ്ടമായിരുന്നു. അവൻ എന്റെ മോളെ ഇഷ്ടമാണെന്ന് പോലും അറിയാതെ ഞാൻ എല്ലാത്തിനും കാരണം അവൾ പറഞ്ഞു. അത് സത്യമായിരുന്നു. ഞാൻ ഒരിക്കലും അവളുടെ ദോഷത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്റെ മോള് നല്ലൊരുത്തന്റെ കൂടെ ജീവിക്കട്ടെ എന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലായ അത്രയും സന്തോഷം. അതുകൊണ്ട് മാത്രം ഇന്ദ്രനെ കൊണ്ട് എന്റെ മോളെ വിവാഹം കഴിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച്. അവൾ സന്തോഷമായിട്ട് ജീവിക്കണം. അത് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നപ്പോഴേക്കും ഉമ്മ പൊട്ടിപ്പോയി. ശ്രീഹരിയും സത്യനെ അവർ അമ്പരപ്പോടെ നോക്കി. അമ്മ. പെട്ടെന്ന് ശ്രീകുട്ടി ഉമ്മയുടെ അരിയിലേക്ക് ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച്. അമ്മ, എനിക്കറിയാം എന്റെ നല്ലതിന് വേണ്ടിയാണെന്ന്. പക്ഷെ ഇനി പറയാൻ വാക്കുകൾ കിട്ടാതെ അവൾ അമ്മയെ പിടിച്ചുകൊണ്ട് തേങ്ങി കരഞ്ഞു. സാരല്ല, എന്റെ മോൾ കരയണ്ട. അമ്മ അമ്മയുടെ വിഷമം പറഞ്ഞു പോയതാ. അമ്മയുടെ കുട്ടിയാക്കോ മറന്നേക്ക്. ഉമ്മ അവളുടെ കണ്ണീരോടച്ചുകൊണ്ട് പറഞ്ഞു. മോളെ ശ്രീകുട്ടി. ശ്രീഹരി അവളെ അരികിലേക്ക് വന്ന് അപ്പച്ചിയിൽ നിന്ന് വേർപ്പെടുത്തി അവളെ ചേർത്ത് പിടിച്ചു. മോളെ, ചിലപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയാ. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ എത്ര ശ്രമിച്ചാലും കിട്ടില്ല ശ്രീകുട്ടി. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ ഏട്ടൻ. എത്ര ആഗ്രഹിച്ചു, എത്ര മോഹിച്ചു, എത്ര കാത്തിരുന്നു. എന്നിട്ട് അവസാനം എന്തായി? അവന്റെ ശബ്ദമിടറി. അത് കണ്ടത് ഉമ്മയും സത്യനും വല്ലാതായി. സ്ത്രീകുട്ടിയും ആളും അവനെ വേദനയോടെ നോക്കി. മോനെ, ഏയ് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഓക്കെയാ. അവൻ അവരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അപ്പച്ചി വിഷമിക്കണ്ട. അവൾക്ക് നമ്മൾ നല്ലൊരാളെ കണ്ടെത്തും. പിന്നെ മായ, അവളൊരു പാവ. അവളെ അപ്പച്ചി ശപിക്കരുത്. ഒരുപാട് അനുഭവിച്ച അവള്. ഇന്നലെ ആ സമയം ദൈവത്തിന്റെ കാവലെന്നോണം ഇന്ദ്രൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് അവൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. അതെന്താ മോനെ? ഓമ ചോദിച്ചുകൊണ്ട് അവൻ്റെ അരിയിലേക്ക് വന്നു. അത് ഞാൻ പിന്നീട് പറയാം അപ്പച്ചി. മോളി ഇനി അതോർത്ത് വിഷമിക്കരുത് കേട്ടോ. സങ്കടമൊക്കെ മറക്കുക. താൻ അതൊക്കെ മാറ്റിയിട്ടൊന്ന് ആക്റ്റീവാൻ നോക്ക്. എന്നിട്ട് വീട്ടിലേക്ക് പോവാം. അവിടെ നമുക്ക് അടിച്ചുപൊളിക്കാടി. ഈ ഏട്ടന്മാർ എന്തിനേതിന് കൂടെ ഉണ്ടാവും. കേട്ടോടി കാന്താരി. ശ്രീഹരി ചിരിയോടെ പറഞ്ഞു. ശ്രീകുട്ടി ഒന്ന് പുഞ്ചിരിച്ചു. അതവളുടെ മനസ്സിലെ കാർമേഘങ്ങൾ ഒഴിഞ്ഞു പോയപ്പോഴുള്ള ചിരിയാണെന്ന് ശ്രീഹരിക്ക് തോന്നി. എന്നാ ഞാൻ ഇറങ്ങുക. എല്ലാവരും വീട്ടിലേക്ക് വാ. കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് അവിടെ ആക്കാം. അപ്പോഴേക്കും അമ്പലത്തിൽ പോയവരെത്തും. വൈകിട്ട് നമുക്കൊന്ന് പുറത്തൊക്കെ പോവാം. മോനെ, ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ? വേണ്ട അപ്പച്ചി, ഞാൻ പിന്നെ വരാം. ശ്രീഹരി പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഒന്നുകിൽ അപ്പച്ചിയുടെ സ്വഭാവത്തോടെ നന്നാവും, ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും അതിനാരും ശ്രമിക്കണ്ട. അമ്പലത്തിൽ നിന്നിറങ്ങി ഇന്ദ്രനുമായി നേരെ പോയത് ടൗണിലേക്കാണ്. ടൗണിൽ അവിടെ തന്നെ ടെക്സ്റ്റൈൽസിൽ പോയി അവൾക്കുള്ള കുറച്ച് ഡ്രസ്സും മായയുടെ വീട്ടിലുള്ളവർക്കുള്ള ഡ്രസ്സും പിന്നെ അല്ലറ ചില്ലറ പർച്ചേസും കഴിഞ്ഞ് നേരെ മായയുടെ വീട്ടിലേക്ക് തിരിച്ചു. അടുക്കളയിൽ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണത്തിന്റെ പണിയിലായിരുന്നു ശോഭ. പണിയുടെ ഇടയിൽ അവരെന്തോ പിറുവിറിക്കുന്നുമുണ്ട്. മാധവൻ എന്തോ വാങ്ങാനായിട്ട് അങ്ങാടിയിൽ പോയതാണ്. അപ്പോഴാണ് പുറത്തുനിന്ന് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടത്. ശിവ, ആരാ നോക്കിയേ? ഇനി ഇതിപ്പോ ആരാണാവും? രാവിലെ ഒന്ന് വന്നിട്ട് പോയതേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. നാശം. ശിവ വിളിച്ചിട്ട് ശിവയുടെ പ്രതികരണം കേൾക്കാഞ്ഞിട്ട് ശോഭ കൈകളിട്ടിരുന്ന സാരിയിൽ തുടച്ച് ഹാളിലേക്ക് കടന്നു. അമ്മ വിളിച്ചിരുന്നോ? ശിവ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു. നീ ഇത് എവിടെ പോയി കിടക്കാടി? എത്ര നേരം ഞാൻ വായിട്ടലക്കുന്നു. ഞാൻ കുളിക്കായിരുന്നു അമ്മ. പുറത്താരോ വന്നിട്ടുണ്ട്, അത് പോയി നോക്കാൻ നിന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ശോഭ മുൻവശത്തോ വാതിൽ തുറക്കാനായിട്ട് ചെന്നു. വാതിൽ തുറന്ന മുറ്റത്ത് നിൽക്കുന്നവരെ കണ്ട് ശോഭയുടെ മുഖം ദേഷ്യത്താൽ മുറുകി. അമ്മേ,
മായ ശോഭയെ നോക്കി സന്തോഷത്തോടെ വിളിച്ചു. അമ്മയോ? ആരുടെ അമ്മ? ശോഭ ഒട്ടുമായമില്ലാതെ ചോദിച്ചുകൊണ്ട് മായ നോക്കി. ചേച്ചി. ശോഭയുടെ തൊട്ടു പിന്നാലെ വന്ന ശിവ സന്തോഷത്തോടെ മായ വിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ചാടി ഇറങ്ങി. ശിവ കയറിപ്പോ. അത് കണ്ട് ശോഭ ശിവയെ വിലക്കിക്കൊണ്ട് വിളിച്ചു. അതിന് പക്ഷെ അവൾ തിരിഞ്ഞുപോലും നോക്കിയില്ല. മോളെ. തന്റെ അരികിൽ കണ്ണിൽ വെള്ളം നിറച്ചിരിക്കുന്നവളെ മായ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. ചേച്ചി, ഇന്ദ്രേട്ടാ വാ, കയറി വാ, ഇങ്ങനെ മുറ്റത്ത് നിൽക്കാതെ. അത് കേട്ട് ശിവ ചേച്ചിയുടെ കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് കയറാനായി മുന്നോട്ട് നടന്നു. എങ്ങോട്ടാ? അപ്പോഴേക്കും ശോഭ ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. എന്താ അമ്മ ഇത്? ചേച്ചി ഇന്ദ്രന് വീട്ടിൽ കയറട്ടെ, ഇവിടെ മുറ്റത്ത് സംസാരിക്കുകയാണോ? അത് തീരുമാനിക്കാൻ നീയല്ല, നീ അകത്തുവോ ശിവ. അമ്മേ. അത് കേട്ട് മായ സങ്കടത്തോടെ വിളിച്ചു. ഏതമ്മ? ഇന്നലെ എല്ലാം അറുത്തു മുറിച്ച് പോന്നല്ലേ, അവിടെ തീർന്നല്ല. അമ്മ എന്തിനാ എന്നോട് ഈ ദേഷ്യം? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നീ ചെയ്തതിന്റെ കണക്കൊന്നും ഇപ്പൊ എനിക്ക് അറിയണ്ട, ഒന്ന് പോയി തന്നാ മതി. അമ്മേ പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാവണം. ഇന്നലെ സംഭവിച്ച എന്താന്ന് വെച്ചാ അമ്മ കരുതുന്ന പോലെ ഒന്നും അല്ല. വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട, ഞങ്ങൾക്കൊട്ടും കേൾക്കുകയും വേണ്ട. ഇപ്പൊ ഇറങ്ങിക്കോണം, ഇന്നലത്തോടെ എല്ലാം തീർന്നു. അമ്മ. മായ അമ്മയെ വിളിച്ച് തേങ്ങി. ആന്റി, അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? മായയുടെ തേങ്ങൽ ആ ഒരു നിമിഷം ഇന്ദ്രന്റെ ഹൃദയത്തിലാണ് പതിഞ്ഞത്. അങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞ ബന്ധങ്ങൾ മുറിഞ്ഞു പോയെന്നില്ല, അതാന്റി മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ മനസ്സിലെ ദേഷ്യം കൊണ്ട് ഇപ്പോൾ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരു നാൾ നമ്മെ തിരിഞ്ഞെത്തും എന്നുള്ള കാര്യം മറക്കരുത്. ഇന്ദ്രൻ പറഞ്ഞ കാര്യം കേട്ടതോടെ ശോഭയുടെ മനസ്സിൽ അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. പക്ഷെ പുറത്ത് കാണിക്കാൻ കഴിയില്ല. അതിനാൽ തികട്ടി വന്ന ദേഷ്യം അവർ സ്വയം നിയന്ത്രിച്ചു. ആന്റി, ഇന്നലത്തെ കാര്യത്തെക്കുറിച്ച് ഒന്നറിയാതെ മായ കുറ്റപ്പെടുത്തരുത്. അതിലവൾ നിരപരാധിയാ, അതും ആന്റി മനസ്സിലാക്കണം. ആ പ്രശാന്ത് നിലവിടെ വന്ന് കാട്ടിക്കൂട്ടിയൊന്നും നിങ്ങളൊന്നും അറിയാഞ്ഞിട്ടാ. അവൻ മായ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ തക്ക സമയത്തിന് ഞാനിവിടെ എത്തി. ഇല്ലെങ്കിൽ ഇന്ന് മായ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. പിന്നെ മായയുടെ കഴുത്തിലെ താലി, അതവന്റെ ഉപദ്രവം അത്രക്കും സഹിക്കാൻ വയ്യാതായപ്പോ സംഭവിച്ചു പോയതാ. ആ സമയം മായ രക്ഷിക്കാൻ മുന്നിൽ വേറൊരു വഴിയില്ലായിരുന്നു. അത് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. മായ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് കലക്കി, ഇന്നേട്ടം പൊളിച്ച്. ഇങ്ങനെ വേണം, എനിക്കിഷ്ടായി. അവന്റെ സംസാരം കേട്ട് ശിവ ചിരിയോടെ പറഞ്ഞു. നീ നിന്നോട് കയറി പോനാ പറഞ്ഞു. ഒന്ന് പോവാമേ, ഞാൻ എന്റെ ചേച്ചിയുടെ അടുത്താ നിൽക്കുന്നത്. ആന്റി, ഇന്ദ്രൻ വീണ്ടും വിളിച്ചു. അപ്പോഴും മായ കണ്ണുനീരിനാൽ തലയും താഴ്ത്തി നിൽപ്പായിരുന്നു. ദേ അച്ഛൻ വരുന്നു. വീട്ടിലേക്കുള്ള വഴി കൂടെ അച്ഛന്റെ വണ്ടി വരുന്നാണ്ട് ശിവ പറഞ്ഞു. ആരാ ശോഭേ? വണ്ടി മുറ്റത്ത് നിർത്തി മാധവന് ഒരു പരിചയമില്ലാത്ത രീതിയിൽ ശോഭയെ നോക്കി ചോദിച്ചു. എന്താ അച്ഛാ, അച്ഛൻ ഇത്ര സമയം കൊണ്ട് കണ്ണും കാണാതെയായോ? ശിവ ദേഷ്യത്തോടെ ചോദിച്ച അച്ഛനെ നോക്കി. ആ, എനിക്ക് കണ്ണിന് കുറച്ച് പ്രശ്നമുണ്ട്, അത് മോളറിയണ്ട. അച്ഛാ. മാധവൻ വീട്ടിലേക്ക് കയറി പോകവേ മായ അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ചു. അച്ഛാ, ഇനി എന്നോട് ദേഷ്യമൊന്നും കാണിക്കില്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ ഒന്നും ചെയ്തില്ലേ? അപ്പൊ ഈ കാണുന്നൊക്കെ ശരികളായിരിക്കുമല്ലേ? മായയുടെ കയ്യിൽ നിന്ന് തന്റെ കൈ വിടുവിച്ച് അദ്ദേഹം അവളെ തിരിഞ്ഞു നോക്കി. അച്ഛാ, അയാള്. വേണ്ട, ഇനിയും നീ അവനെ കുറിച്ച് വിശദീകരിക്കണ്ട. അവനെ എനിക്കറിയാം, നിന്നെക്കാൾ കൂടുതൽ. അങ്കിൾ. ഇന്ദ്രൻ മാധവിന്റെ അരികിലേക്ക് വന്നു. അവനെ കുറിച്ച് അങ്കിളിന് ഒന്നും അറിയില്ല അത്രയ്ക്ക്. മോനെ ഇന്ദ്ര. മാധവൻ ഇന്ദ്രനെ കൂടുതൽ സംസാരിക്കാൻ സമ്മതിക്കാതെ തടഞ്ഞു. എന്നിട്ട് തുടർന്നു. നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, ഒരു ഇഷ്ടക്കേട് മാത്രമുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാ ഇവള് പറയുന്ന കള്ളത്തരങ്ങൾ കേട്ട് ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയതിന്. അതൊരു സങ്കടം ഈ അങ്കിളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. അതും നിന്നെ പോലെ ഒരാള് വേണ്ടായിരുന്നു മോനെ. അങ്കിൾ പ്ലീസ്. അതിന് മാത്രം എന്താ അവള് ചെയ്ത്? അപ്പൊ നിനക്കൊന്നും അറിയില്ല ഇന്ദ്ര. ശ്രീഹരി ഇവളും പരസ്പരം സ്നേഹിച്ചു. ആ ബന്ധം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. അവസാനം വിവാഹം ഉറപ്പിക്കാൻ ശ്രീമംഗലത്തുള്ളവർ വന്നപ്പോ അവരെ അപമാനിച്ചു വിട്ടില്ലേ ഇവള്? അതൊക്കെ നീ മറന്നുപോയ ഇന്ദ്ര. എല്ലാത്തിനും നീയും കൂടെ സാക്ഷിയായിരുന്നില്ലേ? അങ്കിൾ അതൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പക്ഷേ അന്നെന്റെ മനസ്സിൽ തീ കോരിയിട്ടതാ അവള്. അതിനുശേഷം ഇന്നേവരെ ആ തീ എന്റെ നെഞ്ചിൽ നിന്ന് അടഞ്ഞിട്ടില്ല. കൂടുതൽ കൂടുതൽ കത്തിക്കൊണ്ടിരിക്കല്ലാതെ. കണ്ടില്ലേ നീ? അതിനുശേഷം അവൾ എനിക്ക് സങ്കടങ്ങളല്ലാതെ എന്താ നൽകിയിട്ടുള്ളത്? ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ? അതേറെ വേദനയോടെ പറഞ്ഞു. ഇപ്പതാ അങ്ങാടിയിലേക്ക് ഞാനൊന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. നാട്ടുകാർക്ക് പറയാനുള്ള മൂത്തമോടെ വിശേഷങ്ങളാ. ശ്രീമംഗലത്തെ അശോകന്റെ മകനെ കറക്കിയെടുത്ത് വീട്ടിൽ കയറ്റി ആ ചെക്കന്റെ തലയിൽ തൂങ്ങില്ലേ നിന്റെ മോള് എന്നുള്ള പരിഹാസം. സുധാകരന്റെ മോനെ കിട്ടാത്തതിന്റെ വാശി ഇതിലങ്ങ് തീർത്തുവല്ലേ എന്ന്. എന്തായാലും തന്റെ മോള് പുളിങ്കൊമ്പി തന്നെ നോക്കി പിടിച്ചല്ലോ മാധവ. ഇതൊക്കെയാ പുറത്തേക്ക് ഇറങ്ങിയാ കേൾക്കാനുള്ളത്. ഓരോന്ന് കേട്ടപ്പോ എന്റെ ശ്വാസം പോലും നിലച്ചു പോയ അവസ്ഥ. അങ്കിൾ. ഇന്ദ്രൻ ഞെട്ടലോടെ വിളിച്ചു. അച്ഛൻ പറയുന്ന ഓരോന്ന് കേട്ടതും തന്റെ തൊലിയൊരിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു മായക്ക്. അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഹൃദയത്തിൽ ആരോ ആഞ്ഞാഞ്ഞു വെട്ടിയിട്ട് വീണ്ടും അതിലേക്ക് തന്നെ ആഴത്തിൽ കുത്തുന്ന അത്രയും വേദന. കണ്ണുകൾ നിയന്ത്രണമില്ലാതെ ഒഴുകുന്നു. ഒരു ധൈര്യത്തിനെന്നോണം മായ ശിവയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അത് ഇന്ദ്രൻ കണ്ടിരുന്നു. അവൻ ആ നിമിഷം അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ തോന്നി. പക്ഷെ സാധ്യമല്ല. എന്താങ്കിലും ഇതൊക്കെ ആളുകളുടെ മറുപടിയേറെ അങ്കിളിനാരെയാ പേടിക്കേണ്ടത്? ഇതൊന്നും സത്യമില്ലെന്ന് അങ്കിളിന് പറഞ്ഞുകൂടായിരുന്നോ? മായയുടെ കണ്ണുനീർ തന്റെ ഉള്ളിൽ നോവ് പടർത്തിയതും അവൻ മായയുടെ അച്ഛനെ നോക്കി ചോദിച്ചു. പിന്നെ സത്യം എന്താണെന്ന് ഞാൻ പറയേണ്ടത്? അവൻ കൂടെ പറഞ്ഞാ. അച്ഛാ, ഇതൊക്കെ അയാൾ നാട്ടിൽ പറഞ്ഞ് പരത്തിയതാവും. അല്ല, ഇതിലൊന്നും ഒരു സത്യമില്ലല്ലോ. ചേച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്.
അത് നിനക്കെങ്ങനെ അറിയാം? നീ അവന്റെ കൂടെ ആവേണ്ടി നടപ്പ്. കയറി പൊടിയകത്ത്. വലിയവര് സംസാരിക്കുമ്പോ അതിനുള്ള ഒരു ഉപദേശം. മാധവൻ അലറിക്കൊണ്ട് പറഞ്ഞു. ശിവമായ വേദനയോടെ നോക്കി സിറ്റൗട്ടിലേക്ക് കയറി. ഇന്ദ്ര, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നീ ഇവളെയും വിളിച്ച് വേഗം പോവാൻ നോക്ക്. ഇനി ഈ നാട്ടുകാർക്കിടയിൽ ഇങ്ങനെ നാണകിടാൻ വയ്യ. എനിക്ക് ഒരപേക്ഷയുണ്ട്. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. പക്ഷേ ഇവളെയും കൊണ്ട് ഇനി ഈ വഴിക്ക് വരരുത്. പാടി. മാധവൻ ശോഭയെ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. പിന്നാലെ അവരെ ദേഷ്യത്തിൽ നോക്കി ശോഭയും. ശിവ ഉള്ളൊരുക്കിക്കൊണ്ട് തന്റെ ചേച്ചിയെ നോക്കി. പാടു, നമുക്ക് പോവാം. അവരകത്തേക്ക് പോയതും ഇന്ദ്രൻ അവിടെ കൈകൾ പിടിച്ച് മുന്നോട്ട് നടന്നു. അപ്പോഴേക്ക് അടുത്ത വീട്ടിലുള്ളവരൊക്കെ ലക്ഷ്മി നിലത്തിലേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു. അവരെയൊന്നും ഇന്ദ്രൻ ശ്രദ്ധിച്ചില്ല, നോക്കിയതുമില്ല. അവന്റെ മനസ്സിൽ അപ്പോൾ തന്റെ കൂടെ ഒരു കുറ്റവാളിയെ പോലെ തലയും താഴ്ത്തി കണ്ണുനീരോടെ നിൽക്കുന്നവളെ അവിടുന്ന് രക്ഷപ്പെടുത്തുക എന്ന് മാത്രമായിരുന്നു. അതുമാത്രമായിരുന്നു അവന്റെ മനസ്സ് നിറയെ. മയ്യേട്ടാ, എന്താ വീട്ടിലെ അവസ്ഥ? അതെന്ത്? അവർക്ക് മാറ്റൊന്നുമില്ല. അച്ഛനും അമ്മയും ഒരേ വാശിയില്ല. അല്പം പോലും കുറവ് വന്നിട്ടില്ല. മായി രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങിയതാണ്. ഒരു സുഹൃത്തിനെ കാണാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ശ്രീമംഗലത്ത് പോയിട്ട് ശ്രേയം കൂട്ടി വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. അങ്ങനെയാണ് അവൻ ശ്രീമംഗലത്ത് എത്തിയത്. വന്നതും ചായ കുടിച്ച് ശ്രീഹരിയുമായിട്ട് എന്തോ വിശേഷം പറഞ്ഞിട്ട് ശ്രീഹരി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയതും വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ അവനെയും കൂട്ടി ശില്പയും ശ്രേയും പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇന്നലെ പ്രശാന്തിട്ട് വന്നിരുന്നു അവിടെ രാത്രി? വന്നിരുന്നു. അതിലെ അച്ഛനമ്മ ഇത്രയും കടുംപിടുത്തം കാണിക്കുന്നത്. ഓ, അതേതായാലും നന്നായി. അങ്ങനെ നിൽക്കട്ടെ. എന്നാൽ ഈ ഇന്ദ്രേട്ടൻ അവിടെ എങ്ങനെ എത്തി? ഇന്ദ്രേട്ടൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ചേച്ചി പ്രശാന്തിന്റെ വീട്ടിലുണ്ടാവായിരുന്നു. അതെങ്ങനെ ശില്പ? ശ്രേയ മനസ്സിലാവാതെ അവൾ നോക്കി. അതോ, പ്രശാന്തയുടെ സ്വഭാവം വെച്ച് ഇന്നലെ തന്നെ പലതും നടക്കും. പിന്നെ അച്ഛൻ്റെ അഭിമാനം രക്ഷിക്കാൻ പിടിച്ചു പിടിയാലേ രണ്ടാളെ അച്ഛൻ പിടിച്ച് താലിയെട്ടിക്കും. ആ, അങ്ങനെ അത്രയ്ക്ക് ഞാൻ ചിന്തിച്ചില്ല. നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോൾ വരാം. ശ്രേയ അവർ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. ഏട്ടാ, എന്തായാലും ഞാൻ പ്രശാന്തനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കുന്നുണ്ട്. കഴിയുന്ന പോലെ അമ്മയും അച്ഛനെ അതേ രീതിയിൽ നിർത്തണം. അതിൽ മാറ്റം ഉണ്ടാവരുത്. പിന്നെ ഇവിടുന്ന് ചേച്ചി പുറത്താക്കുന്നവരെ ഞാൻ ഏറ്റു. ചേച്ചി പ്രശാന്തന്റെ പെണ്ണായിട്ട് അവിടെ ജീവിച്ചാൽ മതി. ലക്ഷ്മി നിലയത്തിലെ മാധവന്റെ ഒരു മകൾ മതി ശ്രീമംഗലത്ത്. മറ്റാരും വേണ്ട. ശില്പ പറഞ്ഞുകൊണ്ട് മഹിയെ നോക്കി. ആ കണ്ണുകൾ അപ്പോഴും വല്ലാതെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സംസാരം എന്താണെന്ന് വ്യക്തമാവുന്നില്ലെങ്കിലും മുകളിലെ ബാൽക്കണിയിൽ നിന്നെല്ലാം ശ്രീഹരി കാണുന്നുണ്ടായിരുന്നു. അവന്റെ മനസ്സിൽ അപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ ഉരുണ്ടുകൂടി. ചേച്ചി! സങ്കടത്താൽ തളർന്നുപോയ മായയും ചേർത്ത് പിടിച്ച് തന്റെ കാറിന്റെ അരിയിലേക്ക് നടക്കുമ്പോഴാണ് ഇന്ദ്രൻ പിന്നിൽ നിന്നുള്ള വിളി കേട്ടത്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവളുടെ കൈകൾ പിടിച്ച ഇന്ദ്രൻ എല്ലാവരുടെയും നോട്ടം തങ്ങളുടെ നേർക്കായതിനാൽ അവൾ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. ആ സമയം മായ ആഗ്രഹിച്ചിരുന്നു ഒരു തണലിനായി. അത്രത്തോളം ഹൃദയം പിടക്കുന്ന വേദനയിലാണ് അവിടുന്ന് ഇറങ്ങിയത്. മോളെ, എന്തുപറ്റി? ഇന്ദ്രനാണ് ചോദിച്ചത്. മായ ഒരു തരം പെടച്ചിലോടെ അവളെ നോക്കി. അവൾക്കൊന്നും മിണ്ടാൻ സാധ്യമല്ലായിരുന്നു. ഇന്ദ്രേട്ടാ, ഇതാ ചേച്ചിയുടെ ഫോണ്. ഞാൻ അച്ഛനും അമ്മയും കാണാൻ പിന്നീ കൂടി ഇറങ്ങിയതാ. ചേച്ചിയുടെ ഫ്രണ്ട് തന്നെ ചേച്ചി രാവിലെ വിളിച്ചിരുന്നു. ആണോ? ഇന്ദ്ര മായയുടെ ഫോൺ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അല്ലേ വേണ്ട, ഇത് മോളുടെ അടുത്ത് നിന്നോട്ടെ. ചേച്ചിക്ക് മോളെ വിളിക്കാമല്ലോ. തൽക്കാലം ചേച്ചിയുടെ ഫ്രണ്ടിന്റെ നമ്പർ മോളെന്റെ വാട്സാപ്പിൽ അയച്ചേക്ക്. ശിവയുടെ കയ്യിലേക്ക് ഫോൺ തിരികെ കൊടുത്തിട്ട് ഇന്ദ്രൻ പറഞ്ഞു. മായ ആ നിമിഷം അവനെ നോക്കി. തന്റെ മനസ്സ് എത്ര കറക്റ്റായിട്ടാണ് ഇന്ദ്രേട്ടൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ തന്റെ വീട്ടിലാകെയുള്ള ഒരു ആശ്വാസം തനിക്കുള്ളത് തന്റെ ശിവയാണ്. ഇതോടെ അവളുമായുള്ള സംസാരം വരെ നിൽക്കുമല്ലോ എന്ന് ഓർത്തായിരുന്നു. പക്ഷെ ഇന്ദ്രേട്ടൻ, ആൾക്ക് വീണ്ടും എന്തൊന്നില്ലാതെ ഹൃദയം മിങ്ങി. കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. മോള് ചെല്ല്, ഞങ്ങൾ വിളിക്കാം. ചേച്ചി! ശിവ മായയുടെ അരികിലേക്ക് ചെന്നു. ഇനിയും ചേച്ചി കരയരുത്. ഇതൊക്കെ ഇപ്പോഴേ ഉള്ളൂ. എല്ലാം ശരിയാവും. ചേച്ചിക്ക് എല്ലാത്തിനും ഇന്ദ്രേട്ടനില്ലേ? അപ്പൊ ഈ സങ്കടമൊന്നും വേണ്ട. അവളുടെ വാക്കുകൾ കേട്ടതും ഒന്നും പറയാതെ മായ ശിവയെ കെട്ടിപ്പിടിച്ച് ഏങ്ങി കരഞ്ഞു. കരയാനൊരിടം കിട്ടിയതുപോലെ അവളുടെ കണ്ണുനീർ നിയന്ത്രണമില്ലാതെ പൊട്ടിയൊഴുകി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.